നവരാത്രികളിൽ നാലാമത്തെ ദിവസത്തെ ദേവിയുടെ ഭാവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് കൂഷ്മാണ്ഡ എന്ന ഭാവത്തിലാണ്. ലോകം മുഴുവൻ ഉള്ളിലൊതുക്കുന്ന അല്ലെങ്കിൽ അതിനെ വഹിക്കുന്നവളാണ് ഈ കൂഷ്മാണ്ഡ എന്നുള്ള ഭഗവതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കൂഷ്മാണ്ഡ ഭഗവതിയുടെ ആരാധനയിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ശരിയായ ജ്ഞാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ദേവീ മാഹാത്മ്യ പാരായണമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ നവരാത്രി കാലത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം. അണ്ഡരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ഈ കൂഷ്മാണ്ഡ ഭഗവതി. ഒരു ആൽമരത്തിൻ്റെ വിത്തിനകത്ത് അനവധി ആൽമരങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമസ്കാരം സർ. നവരാത്രി ദിനത്തിൻ്റെ നാലാം ദിനത്തിൻ്റെ പ്രത്യേകത എന്താ? നവരാത്രികളിൽ നാലാമത്തെ ദിവസത്തെ ദേവിയുടെ ഭാവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് കൂഷ്മാണ്ഡ എന്ന ഭാവത്തിലാണ്. കൂഷ്മാണ്ഡ ഭഗവതി. ഈ കൂഷ്മാണ്ഡ എന്ന് പറഞ്ഞാൽ ഒരു അണ്ഡം, അതായത് ഈ ലോകത്തെ തന്നെ ഒരു അണ്ഡം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മുട്ട. ബ്രഹ്മാണ്ടത്തിൻ്റെ തന്നെ ഒരു മുട്ട, ഒരണ്ഡം ആയി തീർന്നവളാണ് ഈ ഭഗവതി, കൂഷ്മാണ്ഡ എന്നുള്ള ഭഗവതി. എന്ന് പറഞ്ഞാൽ ഈ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രഹ്മാണ്ടമായിട്ട് മാറുന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മാണ്ടം തന്നെയാണ് ഭഗവതി എന്നർത്ഥം. എന്ന് വെച്ചാൽ ലോകം മുഴുവൻ, അല്ലേ, ലോകം മുഴുവൻ ഉള്ളിലൊതുക്കുന്ന അല്ലെങ്കിൽ അതിനെ വഹിക്കുന്നവളാണ് ഈ കൂഷ്മാണ്ഡ എന്നുള്ള ഭഗവതി. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദേവി ഉപാസകരെയോ അല്ലെങ്കിൽ ദേവി ഭക്തന്മാരെയോ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തെ ഭാവം നമുക്ക് ലോകത്തെ അറിയാൻ അല്ലെങ്കിൽ വിശ്വത്തെ അറിയാൻ, ഈ പ്രപഞ്ചത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഭാവമാണ് ദേവിയുടേത്, കൂഷ്മാണ്ഡ എന്നുള്ളത്. ആ ദിവസത്തെ നമ്മൾ പ്രാർത്ഥനയിലൂടെ ആ ദേവിയെ പറഞ്ഞതുപോലെ സ്തോത്രപാരായണം കൊണ്ടോ അല്ലെങ്കിൽ പുഷ്പാദി സമർപ്പണങ്ങളെ കൊണ്ടോ ഒക്കെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ആ ദിവസം നമുക്ക്, അല്ലെങ്കിൽ ആ ദിവസത്തിലൂടെ ആരാധനയിലൂടെ നമുക്കൊരു വിശ്വബോധം, ലോകബോധം നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ പറയില്ല, നമ്മളൊരു സാധാരണ അറിവിനും പല തലങ്ങളുണ്ടല്ലോ. നമ്മളൊരു ഈ കുണ്ട് കിണറിലെ തവള എന്ന് പറയുന്നത് പോലെ വളരെ പരിമിതമായ ഒരു അറിവോടുകൂടി ജീവിക്കുന്ന ആൾക്കാരും ഈ വിശ്വത്തെ, പ്രപഞ്ചത്തെ എൻ്റെ ശരിയായ അർത്ഥത്തിൽ അറിയുന്ന ആൾക്കാരും തമ്മിൽ വ്യത്യാസമുണ്ടാവും. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ ഈ പ്രപഞ്ച വിജ്ഞാനത്തെക്കുറിച്ച് അത് ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ, നമ്മൾ ആത്മീയമായിട്ടുള്ള പാതയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ശാസ്ത്രലോകത്തിലൊക്കെ കൂടുതൽ ഇടപെടുന്ന ആൾക്കാർ, അങ്ങനെ ആത്മീയമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങി ആഴ്ന്നറിയണം എന്നുള്ളത്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അത്തരം ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ അന്വേഷിയായിട്ട് മാറുന്നത്, അല്ലേ. ഓരോന്ന് കാണുമ്പോഴും എന്താണെന്നുള്ള വിസ്മയത്തിൽ നിന്നാണ് നമ്മൾ ലോകത്തെ അറിയുന്നത്. മഴ വരുന്നു, വെയിൽ വരുന്നു, കിളികൾ വരുന്നു, മൃഗങ്ങളുണ്ടാവുന്നു, പല എത്രയോ ആയിരക്കണക്കിന് തരത്തിലുള്ള സ്പീഷ്യസ് ജീവജാലങ്ങളുണ്ടാവും. ഇതൊക്കെ എന്താണെന്നൊരു അത്ഭുതത്തോടുകൂടി നമ്മൾ അന്വേഷണത്തിൽ നിന്നാണ് നമ്മൾ ശരിയായ ജ്ഞാനത്തിലെത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കൂഷ്മാണ്ഡ ഭഗവതിയുടെ ആരാധനയിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ശരിയായ ജ്ഞാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് നാലാം ദിവസമാണ്. മറ്റ് 3 ദിവസങ്ങളും കടന്ന് 4-ാം ദിവസമാകുമ്പോഴത്തേക്കും ഭഗവതി കൂഷ്മാണ്ഡ എന്നുള്ള ഒരു ഭാവത്തിലേക്ക് എത്തുകയാണ്. അതിന് മറ്റൊരു പല തലങ്ങളുണ്ട്. നമുക്ക് ആത്മീയ തലത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പിന്നെ ഒരുപാട് ആ വഴിക്ക് സഞ്ചരിക്കാൻ സാധിക്കും, അവർക്കൊരു ശക്തി കിട്ടും. അപ്പോൾ ഉപാസനയിൽ തന്നെയുണ്ട് പല ആൾക്കാരും ഉപാസന ചെയ്ത് തെറ്റായ മന്ത്രജപങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്ത് കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഒരുപക്ഷെ വർഷങ്ങളോളം ചില മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടാവും, പക്ഷേ എങ്ങും എത്തുന്നുണ്ടാവില്ല. പ്രാർത്ഥനകളും പ്രധാനുഷ്ഠാനങ്ങളും കഠിനമായി ചെയ്യുന്നുണ്ടാവും മറ്റുള്ളവരെക്കാളിൽ. നോക്കുമ്പം നമ്മളെക്കാളിലും സുഖമായിട്ട് മറ്റുള്ളവർ ജീവിക്കുന്നുണ്ട് ഈ ചെയ്യുന്നതിനേക്കാളിലും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പാത നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നിച്ചു തരുന്നതിന്, നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിന്, പ്രത്യേകിച്ച് അറിവിൻ്റെ കാര്യത്തിൽ, ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ്, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം മാത്രമല്ല. നമുക്കിപ്പോൾ ഒരു SSLC പാസ്സാവുക എന്ന് പറഞ്ഞൊരു പ്രത്യേക സിലബസും അതിന് ഒരു പഠന രീതിയുണ്ട്. ആ ക്രമത്തിൽ പാസ്സാവുക എന്നുള്ളത് CA പാസ്സാവണമെങ്കിലും അങ്ങനെ തന്നെയാണ്.
പക്ഷെ ഞാൻ പറഞ്ഞ അത്തരം ഭൗതിക ജ്ഞാനം മാത്രമല്ല ഉദ്ദേശിച്ചത്. മൊത്തത്തിലുള്ളൊരു ജ്ഞാനം നമുക്ക് കരഗതമാകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഈ പ്രപഞ്ചം എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ 4-ാം ദിവസത്തെ കൂശ്മാണ്ഡ എന്നുള്ള ഭഗവതിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റാർക്കും പറഞ്ഞു തരാൻ പറ്റാത്ത അറിവുകൾ അങ്ങനെ ഉണ്ടാവും. കുറേ അറിവുകൾ നമ്മുടെ ഉള്ളിൽ തന്നെ അത് ഒരു എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ അറിവിൻ്റെ സൃഷ്ടി നമ്മുടെ ഉള്ളിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാറ്റിൻ്റെയും ബീജം എന്ന് പറയുമല്ലോ, നമ്മളിപ്പോൾ ഒരു ആൽമരത്തിൻ്റെ വിത്തിനകത്ത് അനവധി ആൽമരങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുക. അപ്പോൾ ഈ അണ്ടത്തിനകത്ത്, ഈ അണ്ടം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് അനേക കോടി ബ്രഹ്മാണ്ട ജരണി എന്ന് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ പറയും. അപ്പോൾ അത്തരം ബ്രഹ്മാണ്ടങ്ങളുടെ മുഴുവനും അണ്ടം വഹിക്കുന്നവളാണ്, അല്ലെങ്കിൽ അണ്ടരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ഈ കൂശ്മാണ്ഡ ഭഗവതി. അപ്പോൾ ആ കൂശ്മാണ്ഡ ഭഗവതിയോട് നമ്മൾ അല്ലെങ്കിൽ അത്തരത്തിൽ സമീപനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അത്ഭുതകരമായ അറിവുകൾ, അത് നമുക്ക് ഉള്ളിൽ തന്നെ നമുക്കൊരു വെളിച്ചം ഉണ്ടാവുകയും നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് വളരെ ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിന് പ്രാർത്ഥനകൾ പലതും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്നുകിൽ ലളിതാ സഹസ്രനാമം ചെല്ലാം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലൊരു പ്രത്യേകത എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്നത് ദേവീ മാഹാത്മ്യ പാരായണമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ നവരാത്രി കാലത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം. കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലളിതാ സഹസ്രനാമം സർവ്വസാധാരണമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, അത് നല്ലത് തന്നെയാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദേവീ മഹാത്മ്യം. ആ ദേവീ മഹാത്മ്യ പാരായണം നമുക്ക് പറ്റുന്നിടത്തോളം സമ്പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റി അത് ഏറ്റവും നല്ലതാണ്. 4-ാം ദിവസം ഈ ഒരു ഭാവത്തിൽ ദേവിയെ ആരാധിക്കുന്ന ഒരു വിളക്ക് വെച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് ദേവീ മഹാത്മ്യ പാരായണം സമ്പൂർണ്ണമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ അനുഭവം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. സ്തോത്രമാണ് ദേവീ മഹാത്മ്യം എന്ന് പറയുന്ന ആ ദേവിയുടെ മഹാത്മ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. ആ സ്തോത്രത്തിലൂടെ, സ്തോത്ര ജപത്തിലൂടെ നമുക്ക് വന്നു ചേരുന്ന ഗുണങ്ങൾ അത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ആനന്ദത്തെ ഉണ്ടാക്കുകയും നമുക്ക് അനുഭവിക്കാനും ഒരു ആത്മസംതൃപ്തി കിട്ടുന്നതുമായിരിക്കും. അതിന് കുറേ ചിട്ടകളുണ്ട്. ദേവീ മഹാത്മ്യമൊക്കെ പാരായണം ചെയ്യണമെങ്കിൽ സാമാന്യ നിലയ്ക്ക് വളരെ ലഘുവായിട്ട് ലാഘവ ബുദ്ധിയാൽ ആരും ചെയ്യാറില്ല സാധാരണ നിലയ്ക്ക്. പിന്നെ പൊതുവേ നമ്മൾ നവരാത്രി കാലഘട്ടം എന്ന് പറയുന്നത് പൊതുവേ ഒരു വ്രതശുദ്ധിയുടെ കാലഘട്ടം ആയതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ഉത്തമന്മാരായ ഗുരുക്കന്മാരെടുത്ത് നിന്ന് സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം 2-3 കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ. ഒന്നും തെറ്റുകൂടാതെ വായിക്കാൻ നമുക്ക് പറ്റണം. പിന്നെ മറ്റൊരു പ്രാധാന്യമുള്ളത്, പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ഈണമോ വലിയ താളമോ വലിയ കമ്പനങ്ങളോ ആട്ടങ്ങളോ ഒന്നും പാടില്ലാതെ ഏകാഗ്ര ബുദ്ധിയിൽ, സമർപ്പണ ബുദ്ധിയിലിരുന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം പ്രാർത്ഥനകളും കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 4-ാം ദിവസത്തെ കൂശ്മാണ്ഡ ഭഗവതിയുടെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ആ സാധകന്മാർക്കുണ്ടാവും, ഭക്തന്മാർക്കുണ്ടാവും. നന്ദി സാർ.